സിനിമാ പ്രേക്ഷകർ ഏറ്റവും കൂടുതൽ കാത്തിരുന്ന സ്വിക്കലുകളിൽ ഒന്നായ ജയിലർ 2 വീണ്ടും വാർത്തകളിൽ നിറയുകയാണ്. റിലീസ് പ്രഖ്യാപനവും പ്രൊമോ വീഡിയോയും എത്തിയതോടെ സോഷ്യൽ മീഡിയയിൽ വലിയ ചർച്ചയാണ് നടക്കുന്നത്. എന്നാൽ പ്രേക്ഷകരുടെ ശ്രദ്ധ പിടിച്ചുപറ്റിയത് മറ്റൊരു കാര്യമാണ്. പ്രൊമോയിൽ മലയാളി താരങ്ങളുടെ നീണ്ട നിരയുണ്ടെങ്കിലും മോഹൻലാൽ എവിടെയെന്ന ചോദ്യമാണിപ്പോൾ ആരാധകർ ഉയർത്തുന്നത്. ഒരു സിനിമയുടെ രണ്ടാം ഭാഗത്തിനായി വർഷങ്ങളോളം ആരാധകർ കാത്തിരിക്കാറുണ്ട്. എന്നാൽ ചില സിനിമകൾ ആദ്യ ഭാഗം അവസാനിക്കുന്ന നിമിഷം മുതൽ തന്നെ തുടർച്ച എപ്പോഴാണ് എന്ന ചോദ്യം ഉയർത്തും. അത്തരത്തിലൊരു ചിത്രമായിരുന്നു രജനീകാന്തിന്റെ ജയിലർ. ഇപ്പോൾ ആ കാത്തിരിപ്പിന് വിരാമം വിട്ട് ജയിലർ 2 ഈ വർഷം ഒക്ടോബർ 15-ന് ലോകമെമ്പാടുമുള്ള തിയേറ്ററുകളിൽ എത്തുമെന്നാണ് ഔദ്യോഗിക പ്രഖ്യാപനം. റിലീസ് പ്രഖ്യാപനത്തോടൊപ്പം പുറത്തിറങ്ങിയ പ്രൊമോ വീഡിയോ ഇതിനോടകം സോഷ്യൽ മീഡിയയിൽ വൈറലായി കഴിഞ്ഞു. പ്രൊമോയിലെ ഏറ്റവും വലിയ പ്രത്യേകത മലയാളി താരങ്ങളുടെ ശക്തമായ സാന്നിധ്യമാണ്. സുനിൽ സുഗത, ഹക്കിം ഷാ, കോട്ടയം നസീർ, സുജിത് ശങ്കർ തുടങ്ങി നിരവധി മലയാളി താരങ്ങളെ വീഡിയോയിൽ കാണാം. അതോടൊപ്പം ഒരു നിമിഷം മാത്രം പ്രത്യക്ഷപ്പെടുന്ന സുരാജ് വെഞ്ഞാറമൂടിന്റെ ക്ലോസപ്പ് ഷോട്ടും വലിയ കൗതുകം സൃഷ്ടിക്കുകയാണ്. എന്നാൽ ഇതോടൊപ്പം സോഷ്യൽ മീഡിയയിൽ മറ്റൊരു ചർച്ചയും ശക്തമാവുകയാണ്. ആദ്യ ഭാഗത്തിൽ കാമിയോ വേഷത്തിൽ തകർപ്പൻ എൻട്രി നടത്തിയ മോഹൻലാൽ എവിടെ? ജയിലർ സിനിമയിലെ മോഹൻലാലിന്റെ കഥാപാത്രം വെറും കുറച്ച് നിമിഷങ്ങൾ മാത്രമാണ് സ്ക്രീനിൽ ഉണ്ടായിരുന്നത്. പക്ഷേ ആ സാന്നിധ്യം സിനിമയിലെ ഏറ്റവും വലിയ ഹൈലൈറ്റുകളിൽ ഒന്നായി മാറി. അതുകൊണ്ട് തന്നെ രണ്ടാം ഭാഗത്തിലും ലാലേട്ടൻ ഉണ്ടാകുമെന്ന പ്രതീക്ഷ ആരാധകർക്കിടയിൽ ശക്തമാണ്. എന്നാൽ പുറത്തിറങ്ങിയ പ്രൊമോയിൽ അദ്ദേഹത്തെ കാണാനേയില്ല. ഇതാണ് ഇപ്പോൾ വലിയ ചർച്ചയ്ക്ക് വഴിവെച്ചിരിക്കുന്നത്. ആദ്യ ഭാഗത്തിൽ വിരമിച്ച ജയിലറായ മുത്തുവേൽ പാണ്ഡ്യനായി രജനീകാന്ത് നടത്തിയ പ്രകടനം പ്രേക്ഷകർ ഇരുകൈയും നീട്ടിയാണ് സ്വീകരിച്ചത്. മാസ് രംഗങ്ങൾ, സ്റ്റൈലിഷ് അവതരണം, ശക്തമായ വികാര മുഹൂർത്തങ്ങൾ എല്ലാം ചേർന്നപ്പോൾ ചിത്രം ബോക്സ് ഓഫീസിൽ വമ്പൻ വിജയമായി. ആ വിജയത്തിന്റെ സ്വാഭാവികമായ തുടർച്ചയാണ് ഇപ്പോൾ രണ്ടാം ഭാഗം എത്തുന്നത്. പ്രഖ്യാപന ഘട്ടം മുതൽ തന്നെ ജയിലർ 2 വാർത്തകളിൽ ഇടം പിടിക്കുകയാണ്. ഈ വർഷം തുടക്കത്തിൽ ഔദ്യോഗിക പ്രഖ്യാപനം എത്തിയതിന് പിന്നാലെ ചിത്രീകരണവും വേഗത്തിൽ ആരംഭിച്ചു. ആദ്യ ഭാഗം സൃഷ്ടിച്ച ആവേശം നിലനിർത്തുന്നതിനൊപ്പം അതിനെ മറികടക്കുക എന്ന വലിയ വെല്ലുവിളിയാണ് അണിയറ പ്രവർത്തകർക്ക് മുന്നിലുള്ളത്. ചിത്രത്തെക്കുറിച്ചുള്ള മറ്റൊരു പ്രധാന റിപ്പോർട്ട് ബോളിവുഡിൽ നിന്നാണ്. ഹൃതിക് റോഷൻ ചിത്രത്തിൽ പ്രത്യേക വേഷത്തിലെത്തുമെന്ന റിപ്പോർട്ടുകൾ പുറത്തു വരുന്നുണ്ട്. ഇത് യാഥാർത്ഥ്യമാവുകയാണെങ്കിൽ ജയിലർ 2-ന്റെ പാൻ ഇന്ത്യൻ സ്വഭാവം കൂടുതൽ ശക്തമാകുമെന്നാണ് വിലയിരുത്തൽ. ആദ്യ ഭാഗത്തിന്റെ വിജയത്തിന് നിർണായകമായ മറ്റൊരു ഘടകം സംഗീതമായിരുന്നു. ഗാനങ്ങളും പശ്ചാത്തല സംഗീതവും പ്രേക്ഷകർ ഏറ്റെടുത്തതോടെ അനിരുദ്ധ് രവിചന്ദ്രൻ വീണ്ടും സംഗീത സംവിധാനം നിർവഹിക്കുന്നു. അതോടൊപ്പം വലിയ സ്കെയിലുള്ള ആക്ഷൻ രംഗങ്ങളും മാസ് മൊമെന്റുകളും ഇത്തവണയും ഉണ്ടാകുമെന്നാണ് സൂചന. ആദ്യ ഭാഗത്തിൽ വില്ലനായി തിളങ്ങിയ വിനായകന്റെ കഥാപാത്രവും രണ്ടാം ഭാഗത്തിൽ തിരിച്ചെത്തുമെന്ന അഭ്യൂഹങ്ങളും പ്രചരിക്കുന്നുണ്ട്. ഇത് സിനിമയെക്കുറിച്ചുള്ള പ്രതീക്ഷകൾ കൂടുതൽ ഉയർത്തുകയാണ്. ഒരു സിനിമ വിജയിക്കുന്നത് ഒരു കാര്യമാണ്. എന്നാൽ വർഷങ്ങൾ കഴിഞ്ഞിട്ടും അതിലെ കഥാപാത്രങ്ങളും രംഗങ്ങളും പ്രേക്ഷകരുടെ മനസ്സിൽ ജീവിക്കുന്നത് മറ്റൊരു നേട്ടമാണ്. ജയിലർ അത്തരം ഒരു സിനിമയാണ്. ഇനി എല്ലാവരും കാത്തിരിക്കുന്നത് ഒക്ടോബർ 15-നെയാണ്. മോഹൻലാൽ ചിത്രത്തിൽ ഉണ്ടാകുമോ? മലയാളി താരങ്ങൾക്ക് എത്രത്തോളം പ്രാധാന്യമുണ്ടാകും? പുതിയ സർപ്രൈസുകൾ എന്തൊക്കെയാകും? ഈ ചോദ്യങ്ങൾക്കെല്ലാം ഉത്തരം ലഭിക്കുക റിലീസ് ദിനത്തിൽ മാത്രമായിരിക്കും.